വിശ്രമമില്ലാതെ പ്രകാശം കണ്ട ദിശ ലക്ഷ്യമാക്കി യാത്രയിലാണ് ആദിത്യനും കേശുവും. നേരം പുലർന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൂടുതൽ ദൂരം പോവാം കേശു, ആദിത്യൻ പറഞ്ഞു. അവർ കാട്ടിലൂടെ നേരെ നടന്നു. അകലെയായി പുഴയുടെ ശബ്ദം കേട്ടു. പക്ഷേ വഴിയിലൊരു ശാന്തത. പക്ഷികളും മിണ്ടിയില്ല. പെട്ടെന്ന് ആദിത്യൻ കണ്ടു. മുന്നിൽ വലിയൊരു വിഷപ്പാമ്പ്. പാത മുറിച്ചു നീങ്ങുന്ന അതിന്റെ നീളം കണ്ടപ്പോൾ ആദിത്യന് പേടി തോന്നി. പാമ്പിന്റെ കണ്ണുകൾ കറുത്ത തീ പോലെ മിന്നി. കേശു ചെവികൾ ഉയർത്തി ഉച്ചത്തിൽ കൂവിയപ്പോൾ പാമ്പ് അവരെ കണ്ടു. അത് ആക്രമിക്കാൻ വരുന്നതുപോലെ തോന്നി. ആ സമയത്ത് വലിയൊരു കാറ്റുവീശി. മരത്തിലെ ചില്ലകൾ ഒടിഞ്ഞ് താഴെ വീണു. ചില്ലകൾ ഓടിയുന്ന ശബ്ദം കേട്ട് പാമ്പ് പേടിച്ച് പാറക്കടിയിലേക്ക് ഓടി. ആദിത്യൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. കേശു, കാട് നമ്മെ പരീക്ഷിക്കുകയാണ്. പക്ഷേ നാം പിന്മാറില്ല. അവർ വീണ്ടും നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പുഴയുടെ വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ സ്വർണപ്രകാശം മിന്നുന്നതവർ കണ്ടു. ആദിത്യൻ അത് നോക്കി വിസ്മയിച്ചു. അതെന്തായിരിക്കും കേശു? കേശു വെള്ളത്തിലേക്ക് തുമ്പികൈ നീട്ടിയപ്പോൾ ആ പ്രകാശം അകത്തേക്ക് നീങ്ങി. മുന്നിൽ നിന്നൊരു പ്രകാശരേഖ കാട്ടിനുള്ളിലേക്ക് വീണു. ആദിത്യൻ ആ ദിശയിലോട്ട് നോക്കി മന്ദമായി പറഞ്ഞു, ഇതായിരിക്കാം അച്ഛൻ പറഞ്ഞ രഹസ്യത്തിന്റെ വഴി. പുഴയിൽ നിന്നുണ്ടായ ആ പ്രകാശരേഖ കാട്ടിനുള്ളിലേക്ക് നീങ്ങി. ആദിത്യനും കേശുവും അതിനെ പിന്തുടർന്ന് നടന്നു. വഴി കുറേ കിടങ്ങും കുന്നും നിറഞ്ഞതായിരുന്നു. പക്ഷെ അവർ നിർത്തിയില്ല, യാത്ര തുടർന്നു. ചില മണിക്കൂറുകൾക്ക് ശേഷം അവർ കാട്ടിന്റെ നടുവില് വലിയൊരു ഗുഹയുടെ മുന്നിലെത്തി. ഗുഹയുടെ വാതിൽ മഞ്ഞുപോലെ തണുപ്പായിരുന്നു. അവരിരുവരും അകത്തു കടന്നു. അവിടെ ശബ്ദമൊന്നുമില്ല, വെറും വെള്ളം ചിന്നുന്ന ശബ്ദം മാത്രം. കേശു തന്റെ തുമ്പിക്കൈകൊണ്ട് തീ തെളിച്ചു. അതുകൊണ്ട് ഗുഹയിൽ അല്പം വെളിച്ചമായി. അവർക്ക് മുന്നിൽ വലിയൊരു പാറയും അതിന്റെ മുകളിൽ ഒരു നീല മണികല്ല് മിന്നി നിൽക്കുന്നു. ആദിത്യൻ അതിനരികിൽ പോയി നോക്കി. കല്ലിന്റെ ചുറ്റും എഴുതിയിരിക്കുന്നു, നന്മയും ധൈര്യവുമുള്ള ഹൃദയം മാത്രമേ ഈ വെളിച്ചത്തെ ഉണർത്താൻ കഴിയൂ. ആദിത്യൻ മന്ദമായി ചിരിച്ചു. ഇതാണ് അച്ഛൻ പറഞ്ഞത്. ഈ രഹസ്യമാണ് നമ്മുടെ ഗ്രാമത്തിന്റെ രക്ഷ. അവൻ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. എന്റെ ഗ്രാമം സന്തോഷത്തോടെ ഇരിക്കട്ടെ. അവിടെ ആരും ദുഃഖിക്കരുത്. അവൻ അങ്ങനെ പറഞ്ഞതിനുശേഷം മണികല്ല് മിന്നിത്തുടങ്ങി. ഗുഹ മുഴുവൻ വെളിച്ചത്താൽ നിറഞ്ഞു. ആ വെളിച്ചം കാട്ടിലൂടെയും പുഴയിലൂടെയും കടന്ന് ആകാശത്തിലേക്കുയർന്നു. അതേസമയം ഗ്രാമത്തിൽ മേഘങ്ങൾ കാണപ്പെട്ടു. മഴ പെയ്തു തുടങ്ങി. വയലുകൾ പച്ചയായി. മക്കൾ സന്തോഷത്തോടെ ഓടിക്കളിച്ചു. ആദിത്യൻ ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു, അച്ഛാ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നു. കേശു തുമ്പിക്കൈകൊണ്ട് ആദിത്യന്റെ തോൾ തട്ടിയപ്പോൾ അവൻ ചിരിച്ചു. അവർ ഇരുവരും കാട്ടിലൂടെ മടങ്ങിത്തുടങ്ങി. പിറകിൽ സൂര്യനുദിച്ചു. കാറ്റിൽ പക്ഷികൾ പാടിത്തുടങ്ങി. കാട്ടു വീണ്ടും ജീവനോടെ നിറഞ്ഞു.